നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മത്സരങ്ങൾ നേരിട്ട് വന്നവരാണ്. ഓരോ ദിവസവും നമുക്ക് പോരാട്ടമാണ്. നമ്മൾ ചിലതെല്ലാം പരാജയപ്പെട്ടു, ചിലതെല്ലാം പരാജയപ്പെടുമ്പോൾ ഒന്ന് പേടിച്ച് വിഷമിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് ഇന്നിവിടം വരെ എത്തിയത്. എന്നാൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഇന്നും മറ്റാർക്കും നേടാനാവാത്ത മഹത്തായ ഒരു നേട്ടം കൈവരിച്ചൊരു ശാസ്ത്രജ്ഞൻ ആരംഭിക്കുന്നത് തോറ്റുകൊണ്ടാണെന്നുള്ളതിൻ്റെ അപ്പുറം എക്സിസ്റ്റൻസ് പോലും നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നാണ് അത്തരമൊരു നേട്ടത്തിലേക്ക് ആ ശാസ്ത്രജ്ഞൻ എത്തുന്നത്. മാഡം ക്യൂരിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പലർക്കും മാഡം ക്യൂരിയെ പറ്റി അറിയായിരിക്കും. ഒറ്റ വാക്കിൽ മാഡം ക്യൂരിയുടെ മഹത്വം നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളൊരു ശാസ്ത്രജ്ഞനെ, ഒരു മെയിൽ സയൻറ്റിസ്റ്റിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് വിഷ്വൽസ് വരും. ഐൻസ്റ്റീൻ, ന്യൂട്ടൺ, ഒരുപാട് ആളുകൾ വരും. പക്ഷേ ഒരു ഫീമെയിൽ സയൻറ്റിസ്റ്റ്, ഒരു വുമൺ സയൻറ്റിസ്റ്റിനെ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്താൽ മാഡം ക്യൂരി അല്ലാതെ മറ്റൊരു പേരില്ല. അതിൻ്റെ കാരണം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ത്യാഗമാണ്. ആസ് എ സയൻറ്റിസ്റ്റ് മാഡം ക്യൂരിയുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇൻസ്പയറിംഗ് ആണ്. ഇനി വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം അവർ എഡ്യൂക്കേഷൻ നേടാൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ അത് നിഷേധിക്കപ്പെട്ടു. കാരണം അവരുടെ രാജ്യം മറ്റൊരു സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോപ്പറായ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എഡ്യൂക്കേഷൻ നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ മാഡം ക്യൂരി അതിനായി മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും തനിക്ക് മുമ്പ് ഈ ഒരു പാതയിൽ പോയ ആരുടെയും ഒരു മാതൃക ഇല്ലാതെ സ്വന്തമായൊരു പാത വെട്ടിയുണ്ടാക്കി ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് ഞാനാണ് ഒരു മാതൃക എന്ന ഒരു ആർജവത്തിൽ അവർ മുമ്പോട്ട് പഠിച്ചുപോയി. മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്തെത്തിയ മാഡം ക്യൂരിക്ക് ഒരു വിദ്യാഭ്യാസം നേടാൻ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തൻ്റെ വീടിൻ്റെ കംഫർട്ട് സോണോ തൻ്റെ ഫാമിലി മെമ്പേഴ്സോ ആരും തന്നെ കൂടെ ഇല്ലായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെ നേടിയെടുത്തിട്ടാണ് അവർ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് മാതൃകയാക്കാൻ മറ്റാരും തന്നെ അവരുടെ മുന്നിലില്ല. അവരാണ് ഇനി വരാൻ പോകുന്ന ജനറേഷന് മാതൃക എന്ന് അവർ സ്വയം വിശ്വസിച്ചു. തൻ്റെ ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹമാണ് അവരെ മുന്നോട്ടേക്ക് നടത്തിയത്. ഏറെ പ്രതിസന്ധികൾക്കിടയിലും തൻ്റെ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ നടക്കുന്ന സമയത്തും തൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലായ സമയത്ത് പോലും അവരുടെ ഉള്ളിലെ ആഗ്രഹമാണ് അവരെ മുന്നോട്ടേക്ക് നടത്തിയത്. അവിടെ ഒന്നും തളരാതെ അവരവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയി. ദെൻ അവരവരുടെ റിസർച്ച് ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. റിസർച്ച് ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടാമത്തെ പ്രതിസന്ധി അവരെ വേട്ടയാടുന്നത്. മാഡം ക്യൂരി റിസർച്ച് വർക്ക് ആരംഭിക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ട ഒരു ലാബ് സൗകര്യമോ അതിന് വേണ്ട ഒരു എക്യുപ്മെൻറ്റ്സോ ഒന്നും തന്നെ അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. തനിക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ നിന്നും പരമാവധി അവർക്ക് വേണ്ട ഡാറ്റാസ് കളക്ട് ചെയ്തു. അവർ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ പേപ്പർ ഒന്നും ആരും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ടു. എന്നിട്ടും അവർ തോറ്റുകൊടുത്തില്ല. വീണ്ടും ഉള്ള സൗകര്യത്തിൽ റിസർച്ചുകൾ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ പതിയെ അവരുടെ റിസർച്ച് ആളുകൾക്കിടയിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ തുടങ്ങി. ആ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സയൻറ്റിസ്റ്റുകൾക്കിടയിലും ഇതൊരു ചർച്ചാ വിഷയമായി. അങ്ങനെ റേഡിയോ ആക്റ്റീവ് ഡീക്കേക്ക് അക്കാലത്രയും സയൻറ്റിസ്റ്റുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ മാഡം ക്യൂരിക്ക് നൽകാൻ സാധിച്ചു. അങ്ങനെ വളരെ നിസ്സാരമെന്ന് അവഗണിച്ച് കളഞ്ഞ ഒരു ചെറിയ കുട്ടി ശാസ്ത്രജ്ഞൻ്റെ വാക്കുകൾ കേൾക്കാൻ, അവരുടെ പേപ്പർ പ്രസൻറ്റേഷൻ ശ്രദ്ധിക്കാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി, അതിൽ നിന്നും പഠിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ എല്ലാ സയൻറ്റിസ്റ്റുകളും ഒത്തുകൂടി എന്നതാണ് സത്യം. തുടർന്ന് മാഡം ക്യൂരി കണ്ടെത്തിയ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ നോബൽ പ്രൈസിനുള്ള അർഹത നേടിയെടുക്കുന്നു. തൻ്റെ നേട്ടം അക്കാലത്തെ ശാസ്ത്രജ്ഞരെല്ലാവരും അംഗീകരിക്കുന്നു എന്നതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു പ്രതിസന്ധി മാഡം ക്യൂരിയെ തേടിയെത്തുന്നത്. അതിനു മുമ്പ് ഒരു വുമൺ സയൻറ്റിസ്റ്റ്, ഒരു എസ്റ്റാബ്ലിഷ്ഡ് വുമൺ സയൻറ്റിസ്റ്റ് യഥാർത്ഥത്തിലില്ല. നോബൽ പ്രൈസ് കരസ്ഥമാക്കുന്ന ആദ്യത്തെ വുമൺ സയൻറ്റിസ്റ്റായി മാഡം ക്യൂരി മാറാൻ പോവുകയാണ്. പക്ഷേ അവിടെയും ചില അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നു. തൻ്റെ സ്വന്തം പേരിൽ അങ്ങനെ ഒരു നോബൽ പ്രൈസ് വാങ്ങാൻ സാധിക്കാതെ പോയി. അങ്ങനെ ഏറെ പ്രതിസന്ധികൾക്കൊടുവിൽ താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത തൻ്റെ സ്വന്തം എഫേർട്ടിൻ്റെ അംഗീകാരം സയൻറ്റിസ്റ്റും കൂടിയായ ഹസ്ബൻഡുമായി ഷെയർ ചെയ്ത് കരസ്ഥമാക്കേണ്ടി വന്നു. അങ്ങനെ ചരിത്രത്തിലെ ആദ്യത്തെ വുമൺ സയൻറ്റിസ്റ്റ് അവിടെ ജനിച്ചു. തൻ്റെ കഠിനാധ്വാനത്തിന് ലഭിച്ച അംഗീകാരം ഹസ്ബൻഡുമായി ഷെയർ ചെയ്യേണ്ടി വന്നെങ്കിലും അത് അവരുടെ മാത്രം റിസർച്ച് വർക്കാണെന്നതിൻ്റെ തെളിവ് അവരുടെ ശരീരം തന്നെയായിരുന്നു. നിരന്തരമായുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻസുമായുള്ള ഇൻട്രാക്ഷൻ, റേഡിയേഷൻ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായി. അത് അവരുടെ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ തൻ്റെ ഹസ്ബൻഡിൻ്റെ വിയോഗത്തിന് ശേഷവും അവരവരുടെ റിസർച്ച് വർക്കുമായി മുമ്പോട്ടേക്ക് പോയി. ഒരു സാഹചര്യത്തിലും അവർ തളർന്നില്ല. ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി പീരിയോഡിക് ടേബിളിലേക്ക് 2 പുതിയ മൂലകങ്ങളെ കൂടെയും മാഡം ക്യൂരി സമ്മാനിച്ചു.
റാഡിയം ആൻഡ് പൊളീനിയം. തുടർന്ന് പ്രൗഢഗംഭീരമായ രണ്ടാമത്തെ നോബൽ പ്രൈസും മാഡം ക്യൂരിയെ തേടിയെത്തി. ഇത്തവണ സ്വന്തം പേരിൽ അഭിമാനത്തോടു കൂടി മാഡം ക്യൂരി രണ്ടാമത്തെ നോബൽ പ്രൈസ് വാങ്ങി. 2 വ്യത്യസ്ത സബ്ജക്റ്റിൽ നോബൽ പ്രൈസ് കിട്ടിയ വൺ ആൻഡ് ഓൺലി സയൻറ്റിസ്റ്റാണ് മാഡം ക്യൂരി. ഇന്നും ആ ഒരു റെക്കോർഡ് ആരും തന്നെ മറികടന്നിട്ടില്ല. ഫിസിക്സിലും കെമിസ്ട്രിയിലും 2 വ്യത്യസ്ത സബ്ജക്റ്റിൽ നോബൽ പ്രൈസ് നേടുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. ആദ്യത്തെ വുമൺ സയൻറ്റിസ്റ്റ്. തനിക്ക് മുമ്പ് താൻ പോയ പാതയിൽ മറ്റാരുടെയും മാതൃകയില്ലാതെ, മറ്റാരെയും എക്സാമ്പിളാക്കി സ്വീകരിക്കാതെ സ്വന്തം വഴി, സ്വന്തം എഫേർട്ട് കൊണ്ട് വെട്ടിത്തെളിച്ച് മുമ്പോട്ടേക്ക് പോയ മാഡം ക്യൂരിയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. ഈ ഒരു ഇൻസ്പിറേഷനാണ് മാഡം ക്യൂരിയുടെ ലൈഫിൽ നിന്നും നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. കാരണം നമ്മളെല്ലാവരും വലിയ വലിയ പരീക്ഷകൾ എഴുതാൻ പോകുന്ന ആളുകളാണ്. നിങ്ങളെല്ലാവരും JEE ആസ്പിരൻസ് ആണ്. ഇന്നത്തെ JEE ആസ്പിരൻസ് ആണ് നാളത്തെ സയൻറ്റിസ്റ്റുകളും ടെക്നീഷ്യൻസും എഞ്ചിനീയേഴ്സും ഒക്കെ ആവാൻ പോകുന്നത്. സോ രാജ്യത്തെ വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആളുകളാണ് നിങ്ങൾ. നാം ഓരോരുത്തരും മോക്ക് എക്സാമിനേഷൻ എഴുതി മുമ്പോട്ട് പോകുമ്പോൾ ഓരോ എക്സാമിനേഷനും നമ്മളെ തന്നെ വിലയിരുത്താനുള്ളൊരു അവസരമായി കാണണം. മാഡം ക്യൂരി ഓരോ തവണ ഓരോ റിസർച്ച് ചെയ്യുമ്പോഴും ഇന്നലത്തെ റിസർച്ചിനേക്കാൾ കൂടുതൽ ഗംഭീരമാക്കാനാണ് ശ്രമിച്ചത്. ആദ്യ തവണ നോബൽ പ്രൈസ് കിട്ടി, അതിനേക്കാൾ ഗംഭീരമായ നോബൽ പ്രൈസാണ് രണ്ടാം തവണ നേടിയെടുത്തത്. ഈ ഒരു രീതിയിൽ തൻ്റെ മിസ്റ്റേക്കിൽ നിന്നും പുതിയ ലെസൺസ് പഠിച്ച് തന്നെ വീണ്ടും മെച്ചപ്പെട്ട ഒരു ആസ്പിരൻ്റ് ആക്കി മാറ്റിക്കൊണ്ട്, മെച്ചപ്പെട്ട സ്റ്റുഡൻ്റ് ആക്കി മാറ്റിക്കൊണ്ട് ബെറ്റർ പെർഫോമൻസിലേക്ക് എത്താൻ സാധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വലിയ സ്കില്ലുകളെ കൺസിസ്റ്റൻ്റ് ആയ ഹാർഡ് വർക്കിലൂടെ മറികടക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ എഴുതുന്ന എല്ലാ മോക്ക് എക്സാമിനേഷനും നിങ്ങൾക്ക് ലെസൺസ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിലും അത് നിങ്ങൾക്ക് ലെസൺസ് ആണ്. നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ, ഇനി ആ മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ലെസണാണ്. ആ രീതിയിൽ നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകണം. ഇന്ത്യയിലെ ഏറ്റവും ഇൻ്റലക്ച്വലായ വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ്. ഏറ്റവും നല്ല ബ്രെയിൻസ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അത്രയും വലിയ ഒരു കരിയറിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. നിങ്ങളെല്ലാവരും തന്നെ വരും ജനറേഷനിൽ ഈ എക്സാമിനേഷൻ ആസ്പിരൻസ് ആയി വരുന്ന ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവേണ്ടവരാണ്. സോ നിങ്ങളുടെ ഓരോ ഘട്ടത്തിലും സൈലം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അടിപൊളിയായിട്ട് പഠിച്ചു മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.